ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഏത് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ പ്രീവിയസ് നോക്കുന്നത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ 2025 4 ഫേസായിട്ടാണ് പ്രിലിംസ് നടന്നത്. ഈ 4 ഫേസിലും ഒരുപാട് ക്വസ്റ്റ്യൻ 2025 തന്നെ അത് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഫേസിനും ഇനിയും ക്വസ്റ്റ്യൻ 2026 പ്രിലിംസിൽ വരാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ വായിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ട് പരിചയമെങ്കിലും നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് മാത്രം എക്സാം എഴുതുക. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുക, ഇത് ഞാൻ ജൂലൈ 18 അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൽ എഴുതാൻ പോകുന്ന എക്സാമിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുക. ഒരു പ്രാവശ്യം കണ്ടാൽ മതി. നമ്മൾ നോക്കിയിരുന്ന് ചെയ്യല്ല. നമ്മൾ ഒരു വീഡിയോ എന്തായാലും കുറഞ്ഞ ടൈം കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റും ചെയ്യുന്നുണ്ട്. അത്ര ടൈം എടുത്തിട്ടൊന്നല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ ഫേസ് അറ്റൻഡ് ചെയ്തവർ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ എവിടെയാണ്? ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. ആരാണ്? ഡോക്ടർ DS കോത്താരി. അടുത്ത ക്വസ്റ്റ്യൻ: ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. എന്നാണ്? ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി, മെറ്റേണിക്. ആരാണ്? മെറ്റേണിക്. അടുത്ത ക്വസ്റ്റ്യൻ: കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കൂറൂളി ചേകനാണ്. ആരാണ്? കൂറൂളി ചേകോൻ. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി അത് കൊല്ലം ജില്ലയിലാട്ടോ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കൊല്ലത്ത്. അതായത് രാജ്യത്ത് തന്നെ ഫസ്റ്റ് കൊല്ലത്ത്, നമ്മുടെ കേരളത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ആയിരിക്കും? നമുക്കറിയാം 5.5 മണിക്കൂർ മുന്നിലാണ്. അവരൊന്ന് ഇൻഡയറക്റ്റ് ആയി ചോദിച്ചതാണ്. 2 PM ആകുമ്പോൾ നമ്മൾ 5.5 മണിക്കൂർ മുന്നോട്ട് പോയി. അത് എത്രയാവും? 7.5 PM. അതൊക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ: താഴെ പറഞ്ഞവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായതാട്ടോ ചോദിച്ചത്. ധനനയമായിട്ട് ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. ആണല്ലോ, ധനനയം ബഡ്ജറ്റ് വഴിയാണ് നടപ്പിലാക്കുന്നത്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണെന്ത്? ധനനയം. അത് ശരിയാണ്. ധനനയത്തിലെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ എന്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ധനനയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ധനനയം നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളോട് പണനയം ചോദിക്കും. അപ്പോൾ പണനയം എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അടുത്തത്: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്? അത് 61-ാം ഭേദഗതിയാണ്. 21-ൽ നിന്നും 18 ആക്കിയത് എത്രാമത്തെ ഭേദഗതിയാണ്? 61-ാം ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണാണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുകൾക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയാണ് ചോദിച്ചത്. സ്വകാര്യ മേഖലയാണെങ്കിൽ അത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാലും നിർമ്മിതമായത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. തെറ്റിപ്പോകരുത്. പഴക്കം കൂടുതലാണ്, വിസ്തൃതവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അങ്ങനെ വിചാരിച്ച് തന്നെ ഇത് കണ്ടു, ഇതിലേതെങ്കിലുമൊക്കെ വരും. അപ്പോൾ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്?
ദേശീയ ജലപാത 3 NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഉത്തര മഹാസമതലാട്ടോ. ഉത്തര മഹാസമതലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മാറിപ്പോയി. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. അടുത്ത 16, 17, 18 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. തേർഡ് ഫേസിലെ 16, 17 പോയിന്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? അതായത് പടിഞ്ഞാറൻ സമതലം എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ അല്ലേ, നമ്മുടെ അറേബ്യൻ സീ വരുന്ന ഒരു ഏരിയ ആണ്. താരതമ്യേന എന്താണ്, വീതി കുറവാട്ടോ. അപ്പോൾ അത് ശരിയാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണോ? അല്ല, ബംഗാൾ ഉൾക്കടലിനല്ലല്ലോ, ഈ സൈഡല്ലേ, അറേബ്യൻ സീൻ്റെയും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെയും അല്ലേ. റേൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, അത് ശരിയാണ്. വീതി താരതമ്യേന കൂടുതലാണോ? അല്ല. അപ്പോൾ താരതമ്യേന വീതി കുറവ്, റേൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതും അവർ ഡിലീറ്റഡ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, അത് ശരിയാണോ? അത് ശരിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ആരാണ് നടത്തിയത്? വൈകുണ്ഠസ്വാമികളാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു, അത് ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1 എന്നാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചമ്പാരൻ അല്ലേ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചമ്പാരൻ. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം തന്നെയല്ലേ പറയാറ്. അടുത്തത്, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ ആട്ടോ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധം ഇല്ലാത്തതാണെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, അത് ബന്ധമില്ലേ? ഉണ്ട്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും, അത് ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തോ പറയാൻ പറ്റുള്ളൂ? ഓപ്ഷൻ സി 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നു, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നു, അതിൽ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം ആരതാണ്? വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക് അല്ലേ, ഹോംവർക്ക് എന്ന് പറയാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയുടെ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? യോഗശ്രീ അത് നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാൾ ആട്ടോ. അപ്പോൾ യോഗശ്രീ പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമ ബംഗാൾ. കറണ്ട് അഫേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻഗാങ്ങിനാണ്. ഫേസ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഹാൻഗാങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ 2025 നൊബേൽ പ്രൈസ് എല്ലാം നമ്മൾ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും എന്തായാലും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പീഡ് പോവാം, ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട് നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് എന്താണ്? നമുക്കറിയാം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്തല്ല? മൗലിക അവകാശമല്ല. ബാക്കിയെല്ലാം എന്താണ് അവിടെ കൊടുത്തതിൽ മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകളും അതുപോലെ തന്നെ നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ട് 5D അല്ലേ, പഞ്ചവത്സര പദ്ധതികളും. 5D എന്താണ്? 5 ഇയർ പ്ലാൻ. D എന്തായിരുന്നു? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ദേശീയഗാനം ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് എന്ന് ആണോ? അല്ല, 52 സെക്കൻഡ്. അത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1911 കൽക്കത്ത സമ്മേളനത്തിൽ മാലിനി ചൗധരിയാണോ പാടിയത്? അല്ല. ആരാ പാടിയത്? സരള ചൗധരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സരളാദേവി ചൗധരാണി. അടുത്തത്, നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണോ? അല്ല, രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ അതെല്ലാം എന്താണ്? തെറ്റാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ, രാഷ്ട്രപതിയാണ്. അല്ലേ? രാഷ്ട്രപതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. എന്താ പറയുക, കാലാവധി അവിടെ കൊടുത്തത് തെറ്റാണ്. ഇത് നമ്മൾ റിലേറ്റഡ് ഫാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എനിക്ക് വരിക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. നിങ്ങൾ തന്നെ ഈ എക്സാമൊക്കെ എഴുതിയ ആൾക്കാരായിരിക്കും, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റിലായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പാണ്? വകുപ്പ് 17 ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം അതേതാണ്? വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏതാണ്? വകുപ്പ് 32. അപ്പം A4, B1, C2, D3 ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആട്ടോ ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡ് ചെയ്യാതിരിക്കില്ല. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നമ്മൾ ഫാസ്റ്റിലാണ് പോണേ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വരാമെന്ന് ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ, അത് നിർബന്ധമാണല്ലോ. ഇത് പിന്നെ വരും ചെയ്യും, റിപ്പീറ്റ് ചെയ്യലുണ്ട് പ്രിലിംസിന് എപ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് ഫസൽ അലിയാണ്. ആരാണ്? ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിന് ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറത്തുവിടുന്ന റിട്ട് ഏതാണ്? അതാണ് മാൻഡമാസ്. ഏതാണ്? ഓപ്ഷൻ ബി, മാൻഡമാസ്. അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു, അതാണ് അർത്ഥം വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ആണെങ്കിൽ അതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 8ാം പട്ടിക ഭാഷകളെ കുറിച്ചാണ് 22. 7ാം പട്ടിക നമ്മൾ 4th പ്രിലിംസിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ ലിസ്റ്റുകൾ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെയും വിഭജനത്തിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചു. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. എത്രയാണ്? 9. കേരളത്തിലെ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തത് ആരാണ്? സണ്ണി ജോസഫാണ്. അത് അങ്ങനെ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി അത് ഡിലീറ്റഡ് ആട്ടോ. 45 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജിനീഷാണ്. ഇതും അന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ കേരള മന്ത്രിസഭ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. നമ്മൾ വേണമെങ്കിൽ ചെയ്യാം, കറണ്ട് അഫയേഴ്സ് എന്തായാലും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരമാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല. അടുത്തത്, അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 എന്നാണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് എ ആണ്, വൈക്കത്താണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറഞ്ഞവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാടുണ്ട്, ഏലിയാസ് ചവറ ഉണ്ട്, മഹാദേവ് ഗോവിന്ദ റാനഡെ ഉണ്ട്, വൈകുണ്ഠസ്വാമികളുണ്ട്. ആരാണ്? മഹാദേവ് ഗോവിന്ദ റാനഡെ. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരും കേരളത്തിലെ പ്രധാന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? അപ്പോൾ ചെയർമാനെയും ചോദിച്ചിട്ടുണ്ട്, അംഗമായിരുന്ന മലയാളിയെയും ചോദിക്കുന്നുണ്ട്. ആരാണ്? KM പണിക്കറാണ്. ആരാണ്? KM പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം.
1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. എൻ്റെ ജീവിതകഥ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ്? AK ഗോപാലനാണ്. അപ്പോൾ ഇനി ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ വ്യക്തി ആരാണ്? AK ഗോപാലൻ. 1904 ഒക്ടോബറിൽ ജനിച്ചു. അതൊക്കെ ഇനി വന്നു, ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അവർക്ക് ഇതൊന്ന് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടി. അടുത്ത ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് C ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വം ആരതാണ്? C ശങ്കരൻ നായരാണ്. അടുത്ത ക്വസ്റ്റ്യൻ 55 ഡിലീറ്റഡ് ആട്ടോ, സോറി 55ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇപ്പം തന്നെ നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആയിട്ടുണ്ട് അവിടെ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകരയാണ്. എവിടെയാണ്? വടകരയാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലേ? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ആരാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത്? അയ്യത്താൻ ഗോപാലൻ. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ വിട്ടു പോകരുത്. കണ്ടോ, അയ്യത്താൻ ഗോപാലനൊക്കെ നമ്മുടെ റാങ്ക് ഫയലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കവർ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്നതിൽ എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ടതാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള എന്തുമായി ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ആരാണ്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാന്ന് ചോദിച്ചാൽ ഷൺമുഖൻ ചെട്ടിയാണ്. ആരാണ്? ഷൺമുഖൻ ചെട്ടി. പനമ്പിള്ള ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠൻ അയ്യറൊക്കെ എന്താണ്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടുന്നതാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണമാണ് അഗസ്തീശ്വരം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു കുറച്ച് പോയിന്റ്സ്. തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പ്രമേയം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്താണ്? ജീവിതശൈലി രോഗമാണ്. അതിൽ പെടാത്തത് ഹീമോഫീലിയാണ്. ഏതാണ്? ഹീമോഫീലിയ. നിശബ്ദ വസന്തം 2-3 ഫേസിലും ചോദിച്ച ഒരു സാധനമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കാഴ്സൺ. 1ാമത്തേലും ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയുക, പെരിയാർ വന്യജീവി സങ്കേതം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഏറ്റവും കാഠിന്യം ചോദിച്ചാൽ അതെന്തിനാണ്? ഇനാമലിനാണ്. കാഠിന്യം കൂടിയത് ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ഏതിനാണ് HIV വൈറസ് കാരണമാവുന്നത്? ലിംഫോസൈറ്റ് അല്ലേ? ഏതാണ്? ഓപ്ഷൻ C, ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചിട്ടാട്ടോ, കരളിൽ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? പ്രിയങ്ക. ഏതാണ്? കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. പവിത്ര നെല്ലാണ്. കിരൺ ഏതാണ്? കിരൺ അർക്കൊക്കെ ഏതാണ്? വെണ്ട. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിക്കണം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023 ഇത് SCRT തന്നെ കൊടുത്തിട്ടുണ്ട്. 2023 എന്താണ്? ചെറുധാന്യ വർഷം എന്ന് പറഞ്ഞ് കൊടുത്തൊരു പോയിൻ്റാണ്. പിന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം മാക്സിമം കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കല്ല് നമ്മൾ മേലോട്ട് എറിയുന്നത്, ഭൂഗുരുത്വാകർഷണം അങ്ങോട്ട് താഴോട്ട്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതെന്താണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം എങ്ങോട്ടാ? താഴോട്ട്. തെങ്ങ് എങ്ങോട്ടാണ്? തെങ്ങിൽ നിന്ന് തേങ്ങ എങ്ങോട്ടാണ് വീഴുന്നത്? താഴോട്ട്. അപ്പോൾ രണ്ടും ഒരേ ദിശയിലാണ്. അപ്പോൾ അതെന്താണ്? പോസിറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം, നമ്മൾ ബലം എങ്ങോട്ടാണ് മുകളിലേക്ക് എറിയുമ്പോൾ പ്രയോഗിക്കുക? മേലോട്ട്. കല്ല് എങ്ങോട്ടാണ് പോകുന്നത്? മേലോട്ട്. അപ്പോൾ എന്താണ്? അതും പോസിറ്റീവാണ്. അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് ഇവിടെ പോസിറ്റീവ് സന്ദർഭങ്ങൾ. അതൊന്ന് നോക്കുക. അതായത് ഏത് ദിശയാണോ സെയിം ദിശയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അടുത്തത്, ഒരു കോൺകേവ് ദർപ്പണത്തിൽ Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത്? ഇത് നമ്മൾ
പഠിക്കണം അല്ലേ, പഠിക്കാണ്ട് ഇതൊന്നും പെട്ടെന്നൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്തതാണ്. എഫിനും പിനും ഇടയിലാണെങ്കിൽ കോൺകേവിലാണെങ്കിൽ അത് മിഥ്യയും നിവർന്നതും ആണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, പഠിക്കാണ്ട് അത് കിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും, പിന്നെ സിയിലാണെങ്കിൽ അതെന്തായിരിക്കും, യഥാർത്ഥതും തലകീഴായതും അങ്ങനെയൊക്കെ പഠിക്കലില്ലേ, അതൊക്കെ പഠിക്കണം. അടുത്ത മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 310 K ആയിരിക്കും. എത്രയാണ്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മൾ എവിടെയാണ്? കെൽവിൻ സ്കെയിലിൽ പ്രകാരമാണെങ്കിൽ അത് 310 K ആയിരിക്കും. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം u² v² - 2as. ബി ആട്ടോ, u² v² - 2as ആണ് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം. അതേതാണ്? അത് ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലനം എല്ലാം നമ്മൾ പഠിക്കണം കേട്ടോ. ആ ഫുള്ളൊന്ന് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം ഏതാണ്? രാസോർജ്ജം എന്തായി മാറുകയാണ്? ഗതികോർജ്ജമായിട്ട് മാറുകയാണ്. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം എന്താണ്? സൂര്യഗ്രഹണം ആണെങ്കിൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരികയാണ്? ചന്ദ്രൻ നേർരേഖയിൽ വരികയാണ് ചെയ്യുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ആരാണ്? ചന്ദ്രൻ നേർരേഖയിൽ വരികയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുമോ? ഇല്ല. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നില്ല? ജലത്തിൽ ലയിക്കുന്നില്ല. അടുത്ത പോയിന്റ് എന്താണ്? ഹൈഡ്രജൻ ദ്വയാറ്റമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോട്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറും അല്ലേ. മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളുമാണ് എന്ത്? ഐസോട്ടോപ്പ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറും ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളുമാണ് എന്ത്? ഐസോട്ടോപ്പുകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഓക്സിജൻ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ തന്നെ നമ്മൾ അത്രയെങ്കിലും പഠിച്ച ഓർഡറിൽ 10 അങ്ങനെ പാട്ട് പാടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർ പഠിക്കുക. സയൻസ് കുറച്ച് വീക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് എന്നൊക്കെ അത്യാവശ്യം ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ റിലേറ്റഡ് ചെയ്തിരിക്കും. ചെയ്യാതെ നമുക്ക് എക്സാം എന്തായാലും നമുക്ക് ചെയ്യാം അല്ലേ. നിങ്ങളുടെ സജഷൻസ് ആണ് എന്തായാലും അറിയിക്കേണ്ടത്. കാര്യം നമ്മൾ പുതിയ ചാനലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ വേണ്ടേ, കാര്യങ്ങളൊക്കെ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നല്ല പോസിറ്റീവ് കൺസെപ്റ്റ്. ഒരുപാട് നന്ദി. താങ്ക്